അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കുന്നത് കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ബെൻസ് കാർ യാത്ര ചെയ്തതാണ് സിനിമാ നടനായ കാലത്ത്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസ ഒന്നും കാണിച്ചാലും പിടിവേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കും. എനിക്കാരും പറയാറില്ല, എന്നോട് ആരും കൈക്കൂലി ഇരട്ടെന്ന് ചോദിച്ചിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിക്കില്ലെന്ന് എൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാം, എൻ്റെ മുന്നണിക്കറിയാം, പ്രതിപക്ഷ നേതാവിനറിയാം. ഞാൻ അഴിമതിക്കാരനല്ല, ആർക്കും അഴിമതിക്കും ഒരു സ്വാധീനത്തിന് ഞാൻ വഴങ്ങുന്നതാണല്ല, അത് വഴങ്ങത്തില്ല. എൻ്റെ ബന്ധുക്കളാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ സത്യപ്രതിജ്ഞ എന്ത് ചെയ്തോ അതിന് ഞാൻ ചലിക്കില്ല. എൻ്റെ ആദർശമാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നക്കാപ്പിച്ച വാങ്ങിച്ച് ജീവിക്കേണ്ട ഗതി വന്നാൽ അന്ന് രാഷ്ട്രീയം മതിയാക്കുമെന്നാണ് പറഞ്ഞത്. ഗണേഷ് കുമാർ പൈസ എടുത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കും. എനിക്കെന്താ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഒന്നാമത് രാഷ്ട്രീയം, മന്ത്രിയുടെ പണി, പാർട്ടിയുടെ കാര്യങ്ങൾ, ജനങ്ങളുടെ പത്തനാപുരത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ സിനിമ. ഇങ്ങനെ എനിക്ക് എൻ്റെ തൊഴിലുണ്ട്, എനിക്ക് ജീവിക്കാനൊരു തൊഴിലുണ്ട്. ഇതെല്ലാം ചെയ്ത് ജീവിക്കുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സമയം ചെയ്യാനുണ്ട്. എന്നിട്ടും എൻ്റെ അച്ഛൻ്റെ ചുമതല, അച്ഛൻ എടുത്തിരുന്ന ചുമതല ഈ പത്തനാപുരത്തെ നായർ സമുദായം വോട്ടിട്ട് എന്നെ ഏൽപ്പിച്ചാണ്. ഞാൻ ഓടിളക്കി വന്ന ആളല്ല. നായർ സമുദായത്തെ സ്ഥാനം മാറിയെന്നും പറഞ്ഞ് എന്നെ ജനങ്ങൾ കൈവിടില്ല. എനിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാ മതസ്ഥരും ഉണ്ട്, പാവങ്ങളാണ് കൂടുതലും. പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ സ്നേഹമാണ്, എനിക്ക് അവരെ സ്നേഹമാണ്, എന്നെ വിശ്വാസമാണ്. ഇന്ന് പത്തനാപുരത്ത് കാണുന്ന കെട്ടിപ്പടുത്തിരിക്കുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. എന്തോ ഏട്ടിനെ വോട്ട് വേണ്ടി ഞാൻ നായർ കഴിഞ്ഞ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഞാൻ NSS താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റാണ്. ഞാൻ ഒന്നുമല്ലല്ലോ, ഞാനൊരു സാധാരണ കരയോഗത്തിലെ അംഗം എന്നുള്ളതല്ലാതെ. എല്ലാ മതത്തിലിപ്പം പള്ളിയിൽ പോകുന്ന ആൾ ജമാഅത്തിലൊരംഗമായിരിക്കും, ചർച്ചിൽ പോകുന്ന ആൾ ഒരു അവിടുത്തെ ഇടവകയിലൊരംഗമായിരിക്കും എന്ന് പറഞ്ഞ കണക്ക് ഞാനൊരു കരയോഗത്തിലെ മെമ്പറാണ്. എനിക്കെന്താ? ഇപ്പോൾ ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ SNDP യോഗത്തിൽ അവരൊരു മെമ്പറായിരിക്കും. അത് സാധാരണ ഈ നാട്ടിൽ ആദ്യത്തെ ആളാണോ? അല്ലല്ലോ. ഞാൻ നായരുടെ മാത്രം ആളല്ലല്ലോ, ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരാളല്ലേ. ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ നായരുടെ ആളാണ്, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നായരുടെ മാത്രം ആളാണ് അല്ല. ഞാനൊരു പൊതു സ്വത്താണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനാണ്. എന്നിൽ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാ സമുദായക്കാർക്കും അവകാശമുണ്ട്. എന്നെ പറയാനും എന്നെ നിയന്ത്രിക്കാനും വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. എന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായി വിമർശിച്ചത് ഞാൻ സുകുമാരൻ നായർ സാറിൻ്റെ ആളായതുകൊണ്ട് പറഞ്ഞിട്ടാണ്. അല്ല, അദ്ദേഹത്തിന് എന്നോട് വ്യക്തിപരമായ എന്ത് വിരോധമാണ്? എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പറ്റി എപ്പോഴും അസഭ്യം പറഞ്ഞില്ല. ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു ഇല്ല. അത് എൻ്റെ അന്തസ്സാണ്, എൻ്റെ മാന്യതയാണ്. അത് ഞാൻ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും. പ്രായത്തിൽ എൻ്റെ പിതാവ്, ഞാൻ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സാറിനെ കാണുന്നത് എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം എൻ്റെ പിതൃതുല്യനായ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. ഇത്തരത്തിലൊരു തർക്കം വേണ്ട, എൻ്റെ രാജിക്കത്ത് കൊടുക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് വാങ്ങാതെ എന്തിനിത് ചെയ്തു എന്നുള്ളതിന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല മറുപടി പറയേണ്ടത്. ഞാൻ രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ രാജിവെച്ച് പോയിക്കോളാം, എനിക്ക് വേണ്ട.